ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള ഒരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. മറ്റൊന്ന് 9 വർഷമായിട്ട് നിലമ്പൂരിലെ വികസന മുരടിപ്പുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കും. 263 ബൂത്തിൽ 2,32,000 വോട്ടർമാരാണ് നിലമ്പൂരിലുള്ളത്. ഈ 2,32,000 വോട്ടർമാരും തെരഞ്ഞെടുപ്പ് വളരെ അനുപൂർവമാണ് ഇതിനെ പരിഗണിക്കുന്നത്. മറ്റൊന്ന്, മൊത്തം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ വിധിയെഴുതാൻ കിട്ടിയ അവസരം നിലമ്പൂരിലെ വോട്ടർമാർ കൃത്യമായി പാലിക്കും. അത് വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ലാഘവത്തോടു കൂടിയാണ് സർക്കാരും വനം വകുപ്പ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ്? അല്ല, ഇത് നിത്യസംഭവമാണ്. ഇവിടെ ഇന്നലെ ഉണ്ടായി. നിത്യേന ഇവിടെ ഇത് കർഷകർക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങൾക്ക് കൃഷി വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു, ജനങ്ങളെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം പറഞ്ഞല്ലോ കടുവ വന്നു, പുലി വന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചാണ്. അപ്പോൾ ഇതൊക്കെ മന്ത്രി പറഞ്ഞ വളരെ ലാഘവത്തോടു കൂടിയ മന്ത്രി പറഞ്ഞത് ഞാൻ അറിയുന്നതിൻ്റെ മുമ്പ് മലപ്പുറത്ത് സംഭവം നടന്നത് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മന്ത്രി ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇത് വൈക്കടവ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറത്താണ്, നിലമ്പൂരിൽ 25 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഈ അപകടം സംഭവിച്ച് നിലമ്പൂർ ആശുപത്രിയിൽ വന്ന് ആ സമയത്താണ് പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് 25 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളൊരു ദൂര ടൈമൊക്കെ ഉണ്ടല്ലോ. ആ ടൈം ഉണ്ടായിട്ട് പോലും വനം വകുപ്പ് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തീർത്തും അനാസ്ഥയാണ്. ഇത് മന്ത്രിക്ക് പോലും ഇതിനെക്കുറിച്ച് ജനങ്ങളെ സേവിക്കണമെന്നോ അല്ലെങ്കിൽ ജനപക്ഷത്ത് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നോ മന്ത്രിക്കും സർക്കാരിനും ഇപ്പോൾ ലക്ഷ്യമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. 2019 പ്രളയം നടന്നു, കവളപ്പാറ ദുരന്തം. അന്ന് സ്വരാജ് MLA ആണ്. സ്വരാജ് ഭരണകക്ഷിയുടെ ഒരു MLA ആണ്. ഇവിടുത്തെ MLAയും ഭരണകക്ഷി MLA ആണ്. 286 ആൾക്ക് ഇന്നും ആനുകൂല്യം കിട്ടാൻ ബാക്കിയാണ്. എന്തുകൊണ്ട് സ്വരാജിന് മുഖ്യമന്ത്രിയിൽ സ്വാധീനമുണ്ടെങ്കിൽ കവളപ്പാറ എന്ന് പറയപ്പെടുന്ന ഈ ദുരന്ത മേഖലയിൽ ഞാൻ സംസാരിക്കുന്നത് വരെ മുഖ്യമന്ത്രി കാലെടുത്ത് വെച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് സ്ഥലം സന്ദർശിച്ചുകൂടെ? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ സേവിച്ചുകൂടെ? ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഈ കാര്യത്തിൽ സ്വരാജും മുഖ്യമന്ത്രിയും പരാജയമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം 2024 ജൂലൈ 31 നമ്മുടെ വയനാട്ടിലെ ദുരന്തമുണ്ടായി. ആ വയനാട് ദുരന്തമുണ്ടായപ്പോൾ 257 ബോഡിയുടെ ഭാഗങ്ങളും ഒഴുക്കിൽപ്പെട്ടു പോയത് ചാലിയാറിലൂടെയാണ്. എന്ന് വെച്ചാൽ പോത്തുകല്ല്, ചുങ്കത്ര, നിലമ്പൂരിലൂടെയാണ്. അയാളുടെ ജന്മസ്ഥലമാണ് പോത്തുകല്ല്. ആ 15 ദിവസം ഞങ്ങളൊക്കെ ഇവിടെ 24 അവർ നിൽക്കായിരുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ. ഒരു ദിവസം വന്നിട്ട് സ്വരാജ് ഇവിടെ ക്ഷേമം അന്വേഷിക്കുക, ഇവിടുത്തെ ആളുകളെ ഈ ബോഡികൾ കാണാനോ വരാൻ സ്വരാജ് സന്മനസ് കാണിച്ചില്ല. സ്വരാജിനെ നിങ്ങൾ സാധാരണ ജനങ്ങളോട് സ്വരാജിനെ കുറിച്ച് ചോദിക്കുക, ഞാൻ പറയണ്ട. സാധാരണ ജനങ്ങൾ അറിഞ്ഞാൽ സ്വരാജിനെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വരാജ് എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ല. സ്വരാജ് എന്ന് പറയുന്നത് CPMന് വലിയ താത്വികനായിരിക്കാം, ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വേണ്ടേ? സ്വരാജ് എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിന് ചെയ്തൊരു സേവനം? അല്ലെങ്കിൽ സ്വരാജ് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളെ ബൈപ്പാസ് റോഡ് വന്നിട്ടില്ല, ജില്ലാ ആശുപത്രിയിൽ പണം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് മേഖലയിൽ വികസന മുരടിപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്വരാജ് ഇവിടുത്തെ നാട്ടുകാരനാണല്ലോ. അപ്പോൾ സ്വരാജ് മത്സരിക്കാൻ വരുമ്പോഴല്ല എന്തിനാണ് സ്വരാജ് നാട്ടുകാരനാന്ന് ഇടയ്ക്കിടയ്ക്ക് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് എന്താ ആൾക്കാരെ നാട്ടുകാരനാന്ന് പറയാത്തത്? എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ലൈവായി നിൽക്കുന്നുണ്ട്. കവളപ്പാറ ദുരന്തത്തിലും മേപ്പാടി ദുരന്തത്തിലും ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളിലും. എന്തിനേറെ പറയുന്നു, വാണിയാമ്പുഴ എന്ന് പറയുന്ന വനത്തിൻ്റെ ഉള്ളിൽ 5 കിലോമീറ്റർ ഉള്ളിൽ, മുണ്ടേരിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിൽ ഒരു കോളനി ഉണ്ട്. ആ കോളനിയിൽ 19 പ്രളയം വന്ന് നഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഭൂമി കിട്ടാൻ വേണ്ടി, അവർക്ക് താമസിക്കാൻ ഭൂമിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നടത്തിയത് ആര്യാടൻ ഷൗക്കത്താണ്. ഈ നാടിൻ്റെ കൂടെയുണ്ട്, ആളുകൾ കൂടെയുണ്ട്. അപ്പോൾ ആളുകൾ കൂടെ ഉണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം സ്വരാജൻ നാട്ടുകാരനാണ്. സ്വരാജിൻ്റെ ഒരു വോയിസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എറണാകുളത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എറണാകുളത്തുകാരനാണെന്നാണ്. ഇപ്പോൾ എറണാകുളത്ത് മത്സരിക്കുമ്പോൾ എറണാകുളത്തുകാരനെ അറിയാം, മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ മലപ്പുറത്താണെന്ന് പറയുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അയാളൊരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് അയാൾ ഞാൻ നാട്ടുകാരനാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ അയാളും നാട് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഇല്ല. നിങ്ങളറിയോ, ഞാൻ എൻ്റെ വീട് മൂത്തേനാണ്.
ഞാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഞാൻ നിലമ്പൂർക്കാരനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിലമ്പൂരിലെ ആളാണല്ലോ, അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ സ്വരാജ് നാട്ടുകാരനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യത്തിലില്ല.